Okay, now we are going to discuss about the next topic under our gymnosperm paleobotany, that is phytogeography. What is phytogeography? As the name indicates, it has two parts. They are phyto means which is related to plants, geography means something which is related to earth. So what is phytogeography? It deals with the distribution of plants in relation with the earth. എർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ബിക്കോസ് ട്രോപ്പിക്കൽ റീജിയൻ ഉണ്ട്, സബ് ട്രോപ്പിക്കൽ റീജിയൻ ഉണ്ട്, അതേപോലെ തന്നെ ആർട്ടിക് സോൺ, അന്റാർട്ടിക് സോൺ, അങ്ങനെ പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അല്ലേ. വളരെ സ്പെഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഓരോ ഏരിയയിലും. ട്രോപ്പിക്കലിൽ അബണ്ടൻ്റ് ആയിട്ട് വളരുന്ന ഒരു സാധനത്തിനെ നമുക്ക് നോർത്തിലോട്ടോ സൗത്തിലോട്ടോ പോകുമ്പോൾ ആ പോളാർ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് ദെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഓരോന്നിനെയും ജിയോഗ്രഫിക്കലി ലൊക്കേഷനും പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. So phytogeography deals or describes the distribution of plants in time and space. What do you mean by in time? Time എന്ന് പറയുന്നത് എന്താണ്? മീൻസ് ഓരോ കാലഘട്ടത്തിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മേ ബി പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസങ്ങൾ വരാം. അതാണ് ഇൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ പാസ്റ്റിൽ നമ്മളുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആയിരിക്കില്ല ഇപ്പം നമുക്ക് ഉണ്ടാവുക. അപ്പം അബണ്ടൻ്റ് ആയിട്ട് ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കില്ല ഇപ്പം ഉണ്ടാവുക. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടൈം ആൻഡ് സ്പേസ്. സോ ദിസ് ഈസ് അബൌട്ട് phytogeography. Then you can divide phytogeography into two major portions. They are descriptive phytogeography and interpretive phytogeography. What is descriptive? It describes the plant distribution. Plant distribution എങ്ങനെയാണ്, എവിടെയാണ്, എത്രയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്നത്. ഇൻ്റർപ്രറ്റീവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ടാക്കുകയാണ്. അഥവാ ഇങ്ങനെ ആയിരിക്കാം, അത് അല്ലെങ്കിൽ ഇന്ന ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം അവിടെ ആ പ്ലാന്റ്സ് വളരുന്നത്. ട്രോപ്പിക്കൽ റീജിയനിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്, കാരണം ചിലപ്പോൾ സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ കോസസ് ഓഫ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്നത്. സോ what are the significance of phytogeography? They gives a clear picture on vegetation. What type of vegetation will be there in the tropical region? What type it will be on subtropical region, etc. Like it will gives a clear picture on vegetation and also distribution of plants over world. വേൾഡിൽ എവിടേക്കാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും ബൈ ഫൈറ്റോജിയോഗ്രഫി സ്റ്റഡീസിലൂടെ. ദെൻ സെൻറ്റർ ഓഫ് ഒറിജിൻ. വാട്ട് ഈസ് സെൻറ്റർ ഓഫ് ഒറിജിൻ? ഇപ്പം പല ചെടികളും നമ്മുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ കൂടിയും ഇറ്റ് മേ ബി ഒറിജിനേറ്റഡ് ഫ്രം അതർ കൺട്രീസ്. വേറൊരു കൺട്രീസിൽ നിന്നായിരിക്കാം അത്, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൽ നിന്നായിരിക്കാം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, അഥവാ ആ പ്ലാന്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ സെൻറ്റർ ഓഫ് ഒറിജിൻ കണക്കാക്കാൻ വേണ്ടിയിട്ടും ഈ ഫൈറ്റോജിയോഗ്രഫിക്കൽ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ ഓഫ് ഒറിജിൻ എന്താണെന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ്, ഫൈറ്റോജിയോഗ്രഫിക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാസണും ഗുഡും 1931 1936 ഒരുപാട് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഫൈറ്റോജിയോഗ്രഫി അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. They fall under 4 major headings. They are principles related to environment, principle related to plant response, principle related to migration, principle related to propagation. So we will look one by one in detail. First of all, what is principle related to environment? അപ്പോൾ എൻവിയോൺമെൻറ്റിന് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് റോളാണ് വഹിക്കാനുള്ളത്, അതാണ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്.
സോ ഒരു മേജർ പോർഷൻ എൻവിയോൺമെന്റ് തന്നെയാണ് വഹിക്കുന്നത്. വി ഓൾ നോ ദാറ്റ് ഇൻ ജെനറ്റിക്സ് ഫീനോടൈപ്പ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ജീനോടൈപ്പ്. സോ ഈ ഫീനോടൈപ്പ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദി എക്സ്പ്രസ്ഡ് തിങ്, എക്സ്പ്രസ്ഡ് എന്താണോ അതിനെ എഫക്റ്റ് ചെയ്യുന്നത് ആരാണ്? എൻവിയോൺമെന്റും ജനറ്റിക്കൽ മേക്കപ്പ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലാന്റ് ഓർ ഓർഗാനിസം, ലിവിങ് തിങ്. ഓക്കെ, സോ എൻവിയോൺമെന്റ് എന്ന് പറയുന്നതിന് ഹാസ് എ മേജർ റോൾ ടു പ്ലേ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്. പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ എൻവിയോൺമെന്റിന് ഒരുപാട് റോൾ ഉണ്ട്. ഇനി വാട്ട് ആർ ദ റോൾസ്? ക്ലൈമാറ്റിക് കൺട്രോളേഴ്സ് പ്രൈമറി, അഥവാ ക്ലൈമാറ്റ് ഡിറ്റർമൈൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ്. അല്ലേ, ഓരോ ക്ലൈമാറ്റിനനുസരിച്ചിട്ടായിരിക്കും പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുക. നമ്മൾ പിന്നെ പണ്ടത്തെ ഒരു കഥകളിലൊക്കെ മേ ബി കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടുന്ന് നമുക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് നമ്മുടെ ഞാറ്റുവേലയും സംഭവങ്ങളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അഥവാ ഇവിടുന്നുള്ള ഒരു പ്ലാന്റിനെ അവിടെ കൊണ്ടുപോയിട്ട് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താ? അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും വ്യത്യാസമായിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരവിടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ സർവൈവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പല കൺട്രീസിലും കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോ ക്ലൈമാറ്റിക് കൺട്രോളേഴ്സ് പ്രൈമറി, ഇറ്റ് വിൽ അഫക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഡയറക്ട്ലി ആൻഡ് ഈസ് ഹാവിങ് എ മേജർ റോൾ ഉണ്ട് അല്ലേ. ദെൻ ക്ലൈമാറ്റ് ഇസ് ചേഞ്ച് ഓവർ ദ പാസ്റ്റ്, ഫ്രം ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ഇസ് കണ്ടിന്യൂയിങ് അല്ലേ. പണ്ടത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല പിന്നെ ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കണ്ടീഷനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും കണിക്കൊന്ന പൂക്കുന്നത് നമ്മളൊരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ വേരിയേഷൻസ് ആയിട്ട്, പല സമയങ്ങളിൽ പൂക്കുന്നത് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ വേരിയേഷൻസ് ആയിട്ട് കണക്കാക്കാറുണ്ട്. സോ ക്ലൈമാറ്റ് സ്റ്റിൽ എന്താണ്? കണ്ടിന്യൂയിങ്, എന്താണ്? ചേഞ്ചിങ് ആണ്, സ്റ്റിൽ ചേഞ്ചിങ് ആണ്. ഓക്കെ, ദെൻ ലാൻഡ് ആൻഡ് സീ റിലേഷൻസ് ചേഞ്ച്, അഥവാ സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടിയിലാണ് പൊന്തി നിൽക്കുന്നത്, എത്ര അടിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അത് ഒരു പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ചയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ, ഒരു ഫുട്ബോളിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നവർക്ക് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ചയിലുള്ള ഒരു ഭാഗത്ത് കളിക്കുമ്പോൾ എക്സ്ട്രാ പ്രഷർ ഉണ്ടാവുന്ന പറയുന്നത്. കുറച്ചും കൂടി മുകളിലായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ആ പ്രഷർ വേരിയേഷൻസ് അത് കാണിക്കും. അതേപോലെ തന്നെ ലാൻഡ് സീ റിലേഷൻസ് ഓൾവേസ് പ്ലേ എ മേജർ റോൾ ഇൻ the distribution of plants. So edaphic factors are secondary. What are edaphic factors? They are the factors which are related to soil. Like for soil factors, അഥവാ soilന്റെ pH, texture, everything has a major role in the distribution of plants. But their role is secondary when we compare their role with ആരുമായിട്ട്, എൻവിയോൺമെന്റുമായിട്ട്, ക്ലൈമാറ്റിക് കൺട്രോളുമായിട്ട് നോക്കുകയാണ് ചെയ്ത് their role is secondary. So both edaphic factors, environmental factors etc. are എന്ത് ചെയ്യുന്നുണ്ട്? are affecting the distribution of plants. Then biotic factors also influence. Biotic factors means ജീവനുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പ്ലാന്റ്സിൻ്റെ തന്നെ അകത്തുള്ള ജനറ്റിക് സിസ്റ്റം, അതേപോലെ തന്നെ വേറെ വല്ല പിന്നെ പെസ്റ്റുകൾ, അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. They also influence the distribution of plants. Then comes the environment. Environmental effect is holocentric. What do you mean by holocentric? Holo means complete എന്നാണ് പറയുന്നത്. സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അഥവാ ഈ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് പ്രൈമറി ആണെന്നൊക്കെ ഞാൻ ഇവിടെ ക്ലൈമാറ്റിക് കൺട്രോൾ പ്രൈമറി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ഫാക്ടർ ആണോ എല്ലാവരെയും കൂടി എഫക്ട് ചെയ്യുന്നത്, പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ. ക്ലൈമാറ്റിക് കൺട്രോളിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ലാൻഡ് സീ റിലേഷൻഷിപ്പിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോയിൽ ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, എഡാഫിക് ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ഹോൾ പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്നത്. അഥവാ ബയോട്ടിക് ഫാക്ടേഴ്സ് അലോൺ കൻ നോട്ട് പ്രൊഡ്യൂസ് എനി എഫക്ട്. അഥവാ എഡാഫിക് ഫാക്ടേഴ്സും എല്ലാവരും കൂടി ആണ് ഒരു പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൽ മേജറായിട്ട് ക്ലൈമാറ്റിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്ലാന്റ് റെസ്പോൺസ്. സോ ഹൗ പ്ലാന്റ് റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ കണ്ടീഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന് ഡയറക്റ്റ് പുറത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, മെല്ലെ 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 ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടി അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ് ചെയ്യുക. അതെന്തിനാണ്, എങ്ങനെയാണ്, ഹൗ ദേ റിയാക്ട് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനെ അനുസരിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു plant response. So how a plant respond to a particular environment, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So there is tolerance affected distribution. What is tolerance? If a plant has എന്താ പറയാ, if a plant has a series of tolerance level, ഒരു series of tolerance level ഉണ്ടെങ്കിൽ, അഥവാ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, എന്താണ് ഇപ്പോൾ ഇനി പറയാം, നമ്മൾ ഒരു ഗ്രേഡ് ഓഫ് കണ്ടീഷനുമായിട്ട് ടോളറൻസ് ഉണ്ടെങ്കിൽ, അഥവാ നല്ല ചൂടായാലും കുഴപ്പമില്ല, ചെറിയ ചൂടായാലും കുഴപ്പമില്ല, അത്യാവശ്യം കോൾഡും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിനെ നമുക്ക് ഏതൊരു ഏരിയയിലും കാണാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ ട്രോപ്പിക്കൽ റീജിയനിൽ ഹൈ ചൂടിനെയും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മാക്സിമം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കോൾഡ് കണ്ടീഷനെയും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെയർ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി വാസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ടോളറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓർ ദ പൊട്ടൻഷ്യൽ ഓഫ് എ പ്ലാന്റ് ടു ടോളറേറ്റ് എ പെർട്ടിക്കുലർ എൻവയോൺമെന്റൽ കണ്ടീഷൻ. ഇഫ് ആ പർട്ടിക്കുലർ എൻവയോൺമെന്റൽ കണ്ടീഷനോട് മാത്രം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണെങ്കിലോ അതിനെ അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതല്ല, അതിനൊരു റേഞ്ചിലുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനുമായിട്ടൊക്കെ ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എല്ലാ ഏരിയയിലും കാണാൻ പറ്റും. സോ ടോളറൻസ് എന്ന് പറയുന്നത്, ടോളറൻസ് ഹാസ് ഇറ്റ് ഈസ് ജനറ്റിക്കലി കൺട്രോൾഡ്. അഥവാ ടോളറൻസ് ഓഫ് എ പ്ലാന്റ് ഇസ് controlled by its genetic makeup അല്ലേ. എൻവയോൺമെന്റ്, അടുത്തത് ജീനോടൈപ്പ് ആണ് അതിന്റെ ടോളറൻസ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് ഓണ്ടോജനിക് സ്റ്റേജസ് ഹാവ് ഡിഫറെന്റ് ടോളറൻസ്. യെസ്, ഓഫ് കോഴ്സ് അല്ലേ. ഓണ്ടോജനിക് സ്റ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ദി ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഓഫ് എ പെർട്ടിക്കുലർ ലിവിങ് ഓർഗാനിസം. ആ ലിവിങ് ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ്, അഥവാ ഇൻഫൻസ് ആയിരിക്കുന്നത് നമ്മളൊരു ഹ്യൂമൻ ബേബീനെ കൺസിഡർ ചെയ്യുക. ആ പെർട്ടിക്കുലർ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ഹ്യൂമൻ ബേബി ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കില്ല മേ ബി അഡൾട്ട് ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടാവുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ. അപ്പോൾ ഡിഫറെന്റ് സ്റ്റേജസ്, ഓണ്ടോജനിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജിന് ഡിഫറെന്റ് ടോളറൻസ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് പ്ലാന്റ്സിനും. സീഡ് ആയിരിക്കുമ്പോൾ ഒരു ടോളറൻസ് ലെവൽ ആയിരിക്കില്ല ഒരു വലിയൊരു പ്ലാന്റ് ആയതിനു ശേഷം അല്ലെ. വലിയൊരു പ്ലാന്റ് ആയതിനു ശേഷം ഒരു ഇതൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സീഡ് ആയിരിക്കുന്ന യങ് സ്റ്റേജിൽ ദേ ആർ മോർ പ്രോൺ ടു അറ്റാക്ക് അല്ലേ. അതാണ് പ്രശ്നം. അപ്പോൾ ഓണ്ടോജനിക് സ്റ്റേജസിന് ഡിഫറെന്റ് ഇതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്ലാന്റ് റെസ്പോൺസിൽ ഈ മൂന്നെണ്ണമാണ് പറയുന്നത്. ദെൻ തേർഡ്, പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു മൈഗ്രേഷൻ. വാട്ട് ഈസ് മൈഗ്രേഷൻ? മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്നും വേറൊരു ഏരിയയിലേക്കുള്ള ഒരു മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മാസ് ആയിരിക്കാം, അല്ലാതെ ആയിരിക്കാം. ഓക്കെ, മൈഗ്രേഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ കണ്ടിന്യൂ. എന്തുകൊണ്ടാണ് വേറൊരു രാജ്യത്ത് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് നമ്മുടെ ഏരിയയിലേക്ക് എത്തിയത്? മേ ബി മൈഗ്രേഷൻ ആയിരിക്കാം അല്ലേ. മൈഗ്രേഷൻ വഴിയാണ് അത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മൈഗ്രേഷൻ സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇപ്പോഴും അത് പിന്നെ കപ്പലൊക്കെ വരുന്ന സമയത്ത് മേ ബി ഓരോ ഭാഗത്തുള്ള സീഡോ
അവരുടെ ഭാഗത്തുള്ള ഒരു സീഡ് സക്സസ്ഫുള്ളി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇവിടുത്തെ നല്ലൊരു സോയിലിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫ്ലറിഷ്. അപ്പോൾ till migration is continuing. Then end of migration is the establishment. So after successful migration, what plants will do? It will try to cope up with this condition. ഈ എൻവയോൺമെന്റൽ കണ്ടീഷനുമായിട്ട് ഒത്തുപോകാൻ വേണ്ടി ശ്രമിക്കും. ആ സമയത്ത് എന്തായി എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് എന്ത് നടക്കും? അവരിവിടെ സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആവും. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലെങ്കിൽ they will vanish. So these are the principles which is related to migration. Then principles related to propagation. Propagation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the spreading, യൂണിഫോം ആയിട്ടുള്ള ഒരു സ്പ്രെഡിങ് ഫ്രം വൺ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്പ്രെഡിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈഗ്രേഷൻ ആൻഡ് എവല്യൂഷൻ. സ്പ്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൈഗ്രേഷൻ നടക്കേണ്ടി വരും. എവല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എവല്യൂഷൻ ഒരു വലിയൊരു പോർഷൻ തന്നെ നമുക്ക് എടുക്കാനുണ്ട്, അവിടെ കൂട്ടത്തിൽ പറയാം. എവല്യൂഷൻ ഓഫ് ഫ്ലോറ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചുറൽ സെലക്ഷൻ, മൈഗ്രേഷൻ എക്സെട്ര. ഓരോ ഭാഗത്തും അത് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു പോകുന്നു എന്നുള്ളത് അതിൻ്റെ മൈഗ്രേഷനെയും അതേപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്, നേച്ചർ സെലക്ട് ചെയ്യുന്ന ഒരു നേച്ചുറൽ സെലക്ഷൻ. ഇത്രയാണ് നമുക്കിപ്പോൾ ഫൈറ്റോജിയോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പറയാനുള്ളത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിലേ ഉണ്ടാവാറുള്ളൂ, അല്ലാതെ ഈ പ്രിൻസിപ്പിൾസ് ഒന്നും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫൈറ്റോജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ തേർഡ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്.